Last class we defined the indefinite integral of a function as the antiderivative. Given the derivative of a function f dash, can we find the function f? So suppose we are given that the derivative of the function f of x, that is f dash x equal to 2x minus 1, and we wish to find f of x. For that, it is enough to find the integral of f dash x with respect to x. Integration ചെയ്യുന്ന ഈ മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. x raised to n ആണെങ്കിൽ x raised to n plus 1 by n plus 1 എന്ന റൂൾ ഉപയോഗിച്ചാൽ മതി. 1ന്റെ ഇൻ്റഗ്രൽ x ആണ്. സോ എല്ലാം കൂടെ നമ്മൾ ഇത്തരത്തിൽ ഇൻ്റഗ്രൽ എഴുതി. where c is the constant of integration. ഇവിടെ ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ this is an equation involving a derivative. So such an equation which involves a derivative or differential of an unknown function is called a differential equation. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ നമുക്ക് എന്താണെന്ന് അറിയില്ല. ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിനെ സൂചിപ്പിക്കുന്ന ഇക്വേഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. സോ സച്ച് ആൻ ഇക്വേഷൻ ഇൻ വിച്ച് ദർ ഇൻവോൾവ്സ് എ ഡെറിവേറ്റീവ് ഓഫ് ആൻ അൺനോൺ ഫംഗ്ഷൻ ഇസ് കോൾഡ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ കാണുന്ന അൺനോൺ ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാനായാൽ, ദാറ്റ് ഈസ് any function f of x which satisfies this equation is called a solution of the corresponding differential equation. A solution of a differential equation on an interval I is any function that satisfies the differential equation on the interval I. ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് ഇൻ്റഗ്രേഷനിലൂടെ കണ്ടുപിടിച്ചു. ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് സി എന്ന് ലഭിച്ചു. സി ഏത് കോൺസ്റ്റൻ്റ് ആണെങ്കിലും ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് സി ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ സാറ്റിസ്ഫൈ. Then we say that this is the solution of the given differential equation. ഇതാണ് എഫ് ഓഫ് എക്സ് എന്ന നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് വരുന്നത് 2x മൈനസ് 1 പ്ലസ് 0 എന്നാണ്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ദ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി നമ്മൾ ഈ സൊല്യൂഷൻസിൻ്റെ ഗ്രാഫ്സ് വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. എഫ് ഓഫ് എക്സുകൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് സി എന്ന സൊല്യൂഷൻ കേർവ്സ് വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ഫംഗ്ഷൻ എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്ന ഒരു ഫംഗ്ഷനോട് കൂടി പ്ലസ് സി എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഗ്രാഫിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ തന്നെ പഠിച്ചിട്ടുള്ളത്, ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. പ്ലസ് ഒരു കോൺസ്റ്റന്റ് ചെയ്തിരുന്നാൽ ഈ കോൺസ്റ്റന്റ് പോസിറ്റീവ് ആണെങ്കിൽ കർവ് സി യൂണിറ്റ്സ് വൈ ആക്സിസിന്റെ മുകളിലേക്ക് മൂവ് ചെയ്യുകയും വെർട്ടിക്കലി മുകളിലേക്ക് മൂവ് ചെയ്യുകയും സി നെഗറ്റീവ് ആണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്ന ഗ്രാഫ് സി യൂണിറ്റ് താഴേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും, വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. സോ എഫ് ഓഫ് എക്സുകൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് സി എന്ന ഇക്വേഷൻ്റെ കേർവ്സ് നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂസിന് സി വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ഡിഫറെൻറ്റ് കേർവ്സ് ഫോർ വിച്ച് ദ ടാൻജന്റ് ലൈൻസ് ടു ദീസ് ഗ്രാഫ്സ് ഹാവ് ദ സെയിം സ്ലോപ്പ്. അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ഒരേ ഫംഗ്ഷൻ തന്നെ ഡിഫറെൻറ്റ് സി വാല്യൂസ് വെച്ചിട്ട് ഇവിടെ വരച്ച് കാണിച്ചിരിക്കുകയാണ്. ഒരു പർട്ടിക്കുലർ പോയിന്റ് നമ്മളെടുത്തു. എക്സ് ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് ഈ ഓരോ കേർവിലുമുള്ള പോയിന്റിൽ ടാൻജന്റ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ഈ ടാൻജൻസ് പാരലൽ ആയിട്ടായിരിക്കും നിൽക്കുന്നത്, അതായത് അവയുടെ സ്ലോപ്പ് സെയിം ആയിരിക്കും. സോ നമുക്ക് ഒരു സൊല്യൂഷൻ കേർവ് ലഭിച്ചിരുന്നാൽ ഇത്തരത്തിൽ ആ ലഭിച്ച കേർവിന് മുകളിലേക്കോ താഴേക്കോ നീക്കിക്കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഡിഫറെൻറ്റ് സൊല്യൂഷൻ കേർവ്സ്. ഇതിൽ ഒരു പർട്ടിക്കുലർ സി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒരു സൊല്യൂഷനെ നമ്മളെ വിളിക്കുന്ന പേരാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. സോ although there are infinitely many solutions to the differential equation f dash x equal to 2x minus 1, we can obtain a particular solution by specifying the value that the function must assume at a certain value of x. f of x equal to x square minus x plus c എന്ന ഇക്വേഷനിൽ ഈ സി ഒരു പർട്ടിക്കുലർ വാല്യൂ അസ്യൂം ചെയ്യുമ്പോഴാണ് നമുക്കൊരു പർട്ടിക്കുലർ സൊല്യൂഷൻ ലഭിക്കുന്നത്. സോ ആ സിയുടെ ഒരു പർട്ടിക്കുലർ വാല്യൂ ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു പർട്ടിക്കുലർ എക്സ് വാല്യൂവിൽ എഫ് ഓഫ് എക്സ് വാല്യൂ എന്താണ് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഫോർ ദിസ് ഫംഗ്ഷൻ വി സ്പെസിഫൈ ദ കണ്ടീഷൻ ദാറ്റ് എഫ് ഓഫ് 1 ഈക്വൽ ടു 3. എഫ് ഓഫ് 1 ഈക്വൽ ടു 3 മീൻസ് ദാറ്റ് വെൻ എക്സ് ഈക്വൽ ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3. ഓക്കെ, സോ എഫ് ഓഫ് 1 ഈക്വൽ ടു 3. സോ ഈ ഇക്വേഷനിൽ നമ്മൾ എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് 3 ആയിരിക്കും. സോ നമുക്ക് എഫ് ഓഫ് 1 എന്താണെന്ന് എഴുതി നോക്കാം. എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 മൈനസ് 1 പ്ലസ് സി ആണ്. അതാണ് 3 എന്ന് നമുക്ക് തന്നിരിക്കുന്നത്. സോ വി ഹാവ് 1 മൈനസ് 1 ക്യാൻസൽ, സി ഈക്വൽ ടു 3. സോ എഫ് ഓഫ് 1 ഈക്വൽ ടു 3 എന്ന ഒരു സ്പെസിഫിക് കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ആയ സി നമുക്ക് 3 എന്ന് ലഭിച്ചു. സോ our particular solution വിളിക്കാൻ കാരണം സിക്ക് നമ്മളൊരു സ്പെസിഫിക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിട്ട് മാറിയത്. സോ ദ പർട്ടിക്കുലർ സൊല്യൂഷൻ ഇസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 3.
ഇവിടെ നമ്മളൊരു കണ്ടീഷൻ ഇമ്പോസ് ചെയ്തുകൊണ്ടാണ് പർട്ടിക്കുലർ സൊല്യൂഷനിലേക്ക് എത്തിയത്, അഥവാ സി കണ്ടുപിടിച്ചത്. ആ ഒരു കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനീഷ്യൽ കണ്ടീഷൻ. So an initial condition is a condition that is imposed on the function f at a number x equal to a. Initial condition എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എക്സിന് ഒരു പർട്ടിക്കുലർ വാല്യൂ ലഭിക്കുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് വാല്യൂ എന്താണ് എന്ന് സ്റ്റേറ്റ് ചെയ്യുക, അതാണ് ഇനീഷ്യൽ കണ്ടീഷൻ. So initial condition is a condition that is imposed on the value of f at a number x equal to a. So ഒരു ഇനീഷ്യൽ കണ്ടീഷൻ തന്നിരുന്നാൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയുള്ള കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ സി എന്താണ് എന്ന് കണ്ടുപിടിക്കാനാവും. അത്തരത്തിൽ സി കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന സൊല്യൂഷനെയാണ് നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതല്ലാതെ എഫ് ഓഫ് എക്സിൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് സി ഫോമിൽ തന്നെ എഴുതുന്ന സൊല്യൂഷൻസിനെ നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. ജനറൽ സൊല്യൂഷൻ ആവുന്ന സമയത്ത് വി വിൽ ഗെറ്റ് ഓൾ ദ പോസിബിൾ സൊല്യൂഷൻസ് ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് സി. സിക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സൊല്യൂഷനാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. Initial value problems. In an initial value problem, we are required to find a function satisfying a differential equation with one or more initial conditions. നമുക്ക് ഡെറിവേറ്റീവ്സ് ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അത്തരം ഇക്വേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിനോടുകൂടി ഒരു പർട്ടിക്കുലർ എക്സ് വാല്യൂവിൽ കറസ്പോണ്ടിങ് വൈ വാല്യൂ എന്താണ് എന്ന് തരുന്ന രീതിയിൽ കുറച്ച് ഇനീഷ്യൽ കണ്ടീഷൻസും തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. We are asked to find a particular solution of the differential equation. In such situation, we call the problem as an initial value problem. നമുക്ക് ഇനീഷ്യൽ കണ്ടീഷനും ഡിഫറൻഷ്യൽ ഇക്വേഷനും തന്നുകൊണ്ട് പർട്ടിക്കുലർ സൊല്യൂഷൻ കാണാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത്തരം പ്രോബ്ലത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ്. ഫോർ എക്സാമ്പിൾ, ഹിയർ വി ഹാവ് സം ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ്. Finding the position of a maglev. Suppose the velocity of a maglev at a particular time t is given by v of t equal to 8t. where t varies from 0 to 30. t എന്നത് ടൈമാണ്. ടൈം 0ക്കും 30ക്കും ഇടയ്ക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാംഗ്ലേവിൻ്റെ വെലോസിറ്റിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. വെലോസിറ്റി ഫംഗ്ഷൻ ഇറ്റ് ഈസ് ഈക്വൽ ടു 8t. ടിക്ക് നിങ്ങളൊരു പർട്ടിക്കുലർ വാല്യൂ 30ക്കും 0ക്കും ഇടയ്ക്കും 30ക്കും ഇടയ്ക്കുള്ള ഒരു പർട്ടിക്കുലർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ വെലോസിറ്റി അറ്റ് ദ പർട്ടിക്കുലർ ടൈം. വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ പൊസിഷൻ ഫംഗ്ഷൻ ഓഫ് ദ മാംഗ്ലേവ്. ഇവിടെ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. കാരണം വെലോസിറ്റി ഫംഗ്ഷൻ നമുക്കറിയാം ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ഫംഗ്ഷൻ. സോ ഇഫ് ദ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ ഇസ് ഡിനോട്ടഡ് ബൈ എസ് ഓഫ് ടി ഓർ ദ പൊസിഷൻ ഓഫ് ദ മാംഗ്ലേവ് at time t is given by s of t, then its velocity is given by derivative of s of t, that is s dash t. So here it is given that s dash t equal to 8t. v of t equal to 8t means s dash t equal to 8t, where s of t is the position of the maglev at time t. നമുക്ക് ഇതിനോട് കൂടി ഒരു ഇനീഷ്യൽ കണ്ടീഷനും കൂടെ ഇമ്പോസ് ചെയ്താൽ മാത്രമേ ഒരു പർട്ടിക്കുലർ സൊല്യൂഷനിലേക്ക് എത്താനാവുകയുള്ളൂ. നമുക്കറിയാം സ്റ്റാർട്ടിംഗ് ടൈമിൽ മാംഗ്ലേവ് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. സോ ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ മാംഗ്ലേവ് അറ്റ് ടൈം t equal to 0 is 0. സോ വി നോ s of 0 equal to 0. ടൈം 0 ആവുന്ന സമയത്ത് പൊസിഷൻ ഓഫ് ദ മാംഗ്ലേവ് എന്ന് പറയുന്നത് ഒറിജിനിൽ തന്നെയാണ്, 0ൽ തന്നെയാണ് നിൽക്കുന്നത്. So we have to solve this differential equation and we have to apply this initial condition to find the constant of integration. Okay. So s dash t equal to 8t എന്ന് തന്നിരുന്നാൽ s of t is given by integral of this s dash t dt. That is integral 8t dt. Integral of 8t with respect to t ആണ് കാണേണ്ടത്. So it is 8 into t square by 2. That is 4t square plus the constant of integration. ഇനി നമ്മൾ ഈ കാണുന്ന ലഭിച്ച സൊല്യൂഷനിൽ ടിക്ക് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് എസ് എന്ന് പറയുന്നത് 0 ആണ്. സോ വി ഹാവ് എസ് ഓഫ് 0 ഈക്വൽ ടു 0. എസ് ഓഫ് 0 മീൻസ് 4 into 0 square plus c. That's equal to 0. Or we get this is 0, c equal to 0. So here the constant of integration is 0. And therefore the required position function is s of t equal to 4t square. Another problem, describing the path of a pop-up. In a baseball game, one of the batters hit a pop-up. Suppose that initial velocity of the ball was 96 feet per second and the initial height of the ball was 4 feet from the ground. Find the position function giving the height of the ball at any time t. നമുക്കിവിടെ തന്നിരിക്കുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയും ഇനീഷ്യൽ ഹൈറ്റ് ഓഫ് ദ ബോളുമാണ്. വി ഡിനോട്ട് എസ് ഓഫ് ടി ആസ് എ പൊസിഷൻ ഓഫ് ദ ബോൾ അറ്റ് ടൈം ടി. സോ വെൻ t equal to 0, it represents the time when the ball was struck. That's the initial time when the ball was struck. So the only force acting on the ball during the motion is the force of gravity. Force of gravity നമുക്കറിയാം it is 9.8 meter per second square ആണ്.
ഫീറ്റ് പെർ സെക്കൻഡ് സ്ക്വയറിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് 32 ഫീറ്റ് പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ ഇനി ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. സോ വി ട്രീറ്റ് ഇറ്റ് ആസ് -32 ഫീറ്റ് പെർ സെക്കൻഡ് സ്ക്വയർ. സോ ആക്സിലറേഷൻ മീൻസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദ പൊസിഷൻ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് S′' t ആണ് -32 എന്ന് നമുക്ക് അറിയാവുന്നത്. t ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് പൊസിഷൻ 4 ഫീറ്റ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനീഷ്യൽ ഹൈറ്റ് ഓഫ് ദ ബോൾ എന്ന് പറഞ്ഞത് 4 ഫീറ്റ് ആണ്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ബോളിനെ സ്ട്രക്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഹിറ്റ് ചെയ്തിരിക്കുന്നത്. സോ വെൻ t ഈക്വൽ ടു 0 ദ ഇനീഷ്യൽ പൊസിഷൻ ഇസ് S ഓഫ് 0 ഈക്വൽ ടു 4 ആൻഡ് ദ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഗിവൺ ആസ് 96 ഫീറ്റ് പെർ സെക്കൻഡ്. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് S'(t). S ഓഫ് ടിയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് വെലോസിറ്റി, സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ആക്സിലറേഷൻ. സോ S' ഓഫ് 0 ഈസ് 96. പൊസിഷൻ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ S ഓഫ് ടി എടുത്തു കഴിഞ്ഞാൽ ഇനീഷ്യൽ പൊസിഷൻ 4 ഫീറ്റ് ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 96 ഫീറ്റ് പെർ സെക്കൻഡ് ആണ്. അതാണ് നമ്മൾ S ഓഫ് 0 ഈക്വൽ ടു 4 എന്നും S'0 ഈക്വൽ ടു 96 എന്നും എഴുതിയത്. ബോളിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇറ്റ് ആഡ്സ് ഡൗൺവേർഡ്സ്. വി ഹാവ് S'' ഈക്വൽ ടു -32. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് S ഓഫ് ടി ആണ്. സോ നമ്മളിവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് നമ്മളെ കയ്യിലുള്ളത്. സോ ഒരു പ്രാവശ്യം നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് ലഭിക്കും. സോ ഹിയർ S'' ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് S''t dt, ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ -32 dt. സോ വി ഹാവ് -32t പ്ലസ് C1. ഇത് ആദ്യം ഈ കാണുന്ന ഇൻറ്റഗ്രേഷൻ്റെ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ ആണ്. ആദ്യം നമുക്ക് C1 എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്കിവിടെ തന്നിരിക്കുന്ന കണ്ടീഷനാണ് S' ഓഫ് 0 ഈക്വൽ ടു 96. S' ഓഫ് t ആണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 96 ആയിട്ട് മാറും. സോ വി ഹാവ് -32 ഇൻറ്റു 0 പ്ലസ് C1 ഈക്വൽ ടു 96 എന്ന് ലഭിക്കും. സോ വി ഹാവ് C1 ഈക്വൽ ടു 96. സോ അതിനനുസരിച്ച് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന S'' നമുക്ക് മാറ്റി എഴുതാം. സോ വി ഹാവ് S' ഈക്വൽ ടു -32t പ്ലസ് 96. Again you have to integrate this function to find S of t. നമുക്ക് കണ്ടുപിടിക്കുന്നത് S of t ആണ്. സോ ഇറ്റ് ഈസ് ഇൻറ്റഗ്രൽ S'(t dt). ഈ കാണുന്ന ഫംഗ്ഷനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ദ ആൻസർ ഇസ് ദിസ് വൺ. എഗെയിൻ വി ഹാവ് ടു ഫൈൻഡ് C2 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളെ കയ്യിലുള്ള അടുത്ത കണ്ടീഷൻ ഉപയോഗിക്കാം. S of 0 ഈക്വൽ ടു 4 ആണെന്ന് നമുക്കറിയാം. സോ ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ S of 0 4 ആയിട്ട് മാറും. സോ ഈ കാണുന്ന എക്സ്പ്രഷനിൽ ടിക്ക് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വി ഹാവ് 0 പ്ലസ് C2 ഈക്വൽ ടു 4 ഓർ C2 ഈക്വൽ ടു 4. So the required position function is S of t equal to -16t square plus 96t plus 4. Second part of the problem asks, how high did the ball go? Ball സഞ്ചരിക്കുന്ന മാക്സിമം ഹൈറ്റ് എത്രയാണ്? ബോൾ സഞ്ചരിക്കുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വെലോസിറ്റി 0 ആവുന്ന പോയിന്റ് ആണ്. വെലോസിറ്റി പോസിറ്റീവ് ആവുന്ന സമയത്ത് ബോൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി 0 ആയി കഴിഞ്ഞു, പിന്നീട് അത് റിട്ടാർഡേഷൻ താഴേക്കാണ് പതിക്കുന്നത്. സോ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് വെലോസിറ്റി ഓഫ് ദ ബോൾ ഇസ് 0. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ വെലോസിറ്റി ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചു. V of t ഈക്വൽ ടു -32t പ്ലസ് 96 എന്ന് നമുക്ക് ലഭിച്ചിരുന്നു. സോ എപ്പോഴാണ് വെലോസിറ്റി 0 ആവുന്നത് എന്ന് നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു. വെലോസിറ്റി 0 ആവുക എന്ന് പറഞ്ഞാൽ -32t പ്ലസ് 96 0 ആവണം. സോ ഇക്വേഷൻ സോൾവ് ചെയ്താൽ ടിക്ക് നിങ്ങൾക്ക് 3 എന്ന് ലഭിക്കും. സോ ടൈം 3 ആവുന്ന സമയത്താണ് വെലോസിറ്റി 0 ആവുന്നത്, അഥവാ ബോൾ മാക്സിമം ഹൈറ്റിൽ എത്തുന്നത്. സോ വി വിൽ ഫൈൻഡ് ദ കറസ്പോണ്ടിങ് ഹൈറ്റ്. ഹൈറ്റിൻ്റെ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിരുന്നു. S of t ഈക്വൽ ടു -16t സ്ക്വയർ പ്ലസ് 96t പ്ലസ് 4 എന്നായിരുന്നു S of t. അതിൽ ടിക്ക് നമ്മൾ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ കറസ്പോണ്ടിങ് ഹൈറ്റ് അറ്റ് ടൈം t ഈക്വൽ ടു 3. ആൻഡ് ഇറ്റ് ഈസ് ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ ബോൾ. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി 148 feet. And in the third part we have to find how long did the ball stay in the air after being struck. ബോൾ സ്ട്രക്ക് ചെയ്തതിന് ശേഷം എത്ര സമയം അത് എയറിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്, അതായത് അത് ഇത്തരത്തിൽ മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വരുന്ന ഈ ഒരു ടൈം എത്രത്തോളം എടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയേണ്ടത്. സോ ബോൾ ഇവിടെ നിന്ന് ഉയർന്നതിന് ശേഷം അത് എപ്പോഴാണ് ഗ്രൗണ്ടിൽ എത്തുന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര ടൈമിന് ശേഷമാണ് അത് ഗ്രൗണ്ടിൽ എത്തുന്നത്. ഗ്രൗണ്ടിൽ എത്തുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അതിൻ്റെ ഹൈറ്റ് S of t എന്ന് പറയുന്നത് 0 ആണ്. സോ വി ഹാവ് ടു ഫൈൻഡ് the time at which S of t equal to 0. And the expression for S of t was -16t square plus 96t plus 4. And equate it to 0, we will get an equation like this. You may solve it by using the formula of quadratic equations.
and we get the time approximately as negative 0.04 or 6.04. So time must always be positive, therefore we may take t as nearly equal to 6.04. So after the ball was struck, it remained in the air for approximately 6 seconds. സോ എത്ര സമയം ബോൾ വായുവിൽ നിന്നു എന്നറിയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എത്ര സമയത്തിന് ശേഷമാണ് ബോൾ ഗ്രൗണ്ടിൽ സ്ട്രക്ക് ചെയ്യുന്നത് എന്നാണ് അറിയേണ്ടത്. ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്നത്. ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഹൈറ്റ്, ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് 0 ആയി. അതായത് എസ് ഓഫ് ടി എപ്പോഴാണ് 0 ആവുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതേസമയം ബോൾ എത്തിച്ചേർന്ന മാക്സിമം ഹൈറ്റ് കാണാനാണ് പറഞ്ഞതെങ്കിൽ എപ്പോഴാണ് വെലോസിറ്റി 0 ആവുന്നത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. Now let us have some exercise problems. First problem is, find the function f given that the slope of the tangent line to the graph of f at any point x f of x is x square minus 2x plus 3 and the graph of f passes through the point 1, 2. So first of all we have to form a differential equation here. Here it is given that slope of the tangent line to the graph of f at any point is x square minus 2x plus 3. That is, it is given that f dash of x equal to x square minus 2x plus 3. We know slope of the tangent is f dash x. And the graph of f passes through the point 1, 2 means that when x equal to 1, f of x equal to 2. That is f of 1 equal to 2. So this is the initial condition and this is the differential equation. So we have to find the corresponding function f of x. So f of x equal to integral f dash x dx. So this is equal to integral x square minus 2x plus 3 dx. Integrating we have x cube by 3 minus 2x square by 2, that is x square plus 3x plus the constant of integration c. So this is f of x. It is given that when x equal to 1, f of x equal to 2. So we substitute x equal to 1. So we have 1 by 3, or we have f of 1 equal to 1 by 3 minus 1 plus 3 plus c, and it is equal to 2. So we have 7 by 3 plus c equal to 2, or c equal to 2 minus 7 by 3, that is minus 1 by 3. So we have f of x equal to x square minus 3 minus x square plus 3x minus 1 by 3. Another problem, find the function f given that it satisfies f double dash x equal to 36x square plus 24x. And its graph has a horizontal tangent line at the point 0, 1. So actually ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് f double dash x ആണ്. That's equal to 36x square plus 24x. തന്നിരിക്കുന്ന ഇനീഷ്യൽ കണ്ടീഷൻ എന്താണെന്ന് ശ്രദ്ധിക്കാം. ഗ്രാഫിന് 0, 1 എന്ന പോയിന്റിൽ ഹൊറിസോണ്ടൽ ടാൻജന്റ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൊറിസോണ്ടൽ ടാൻജന്റ് ലൈൻ മീൻസ് ദാറ്റ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് at this point equal to 0. Slope of the tangent is f dash x. So f dash x at the point 0, 1 equal to 0. It is given as the initial condition. You are asked to find the function f of x. Here it is given that f double dash x equal to 36x square plus 24x. And f dash x at the point 0, 1 equal to 0. That is, the curve has a horizontal tangent at the point 0, 1. So at the point 0, 1 means that 0, 1 is a point on the graph of the function y equal to f of x. 0, 1 എന്ന പോയിന്റിലുള്ള ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ് നമുക്ക് 0 എന്ന് തന്നിട്ടുള്ളത്. അതുകൊണ്ട് 0, 1 എന്നത് ഈ y equal to f of x എന്ന ഫംഗ്ഷന്റെ ഗ്രാഫിലുള്ള ഒരു പോയിന്റ് ആണ്. 0, 1 y equal to f of x എന്ന ഗ്രാഫിലെ ഒരു പോയിന്റ് ആണ് എങ്കിൽ അതിന്റെ അർത്ഥം വരുന്നത് f of 0 equal to 1 എന്നാണ്. x 0 ആവുന്ന സമയത്ത് y 1 ആണ്. So f of 0 equal to 1. And it is given that at the point 0, f dash of 0 equal to 0. So we have f of 0 equal to 1 and f dash 0 equal to 0. Now first of all we have to find f dash x. It's equal to integral f double dash x dx. That is integral 36x square plus 24x dx. നമ്മൾ integrate ചെയ്യുന്നു. We have to find the constant of integration here. For that it is given that f dash of 0 equal to 0. So we substitute x equal to 0 here. So we have f dash of 0 equal to 0 plus 0 plus c1, that is c1, which is equal to 0. So f dash 0 equal to 0 implies that c1 equal to 0. So what will be f dash x? It is 12x cube plus 12x square.
But we have to find f of x. F of x equal to integral f dash x dx. That is integral 12x cube plus 12x square dx. Integrating, we have 12 into x raised to 4 by 4 plus 12 into x cube by 3 plus the constant of integration c. Here also we have to find the constant of integration c. For that, it is given that f of 0 equal to 1. Okay, so we substitute x equal to 0 here. So we have f of 0 equal to 0 plus c, which is equal to 1. So we have c equal to 1. So what will be f of x? It will be 3x raised to 4 plus 4x cube plus c, that is plus 1. Next exercises 51 to 56, find the position function of a particle moving along a coordinate line that satisfies the given conditions. First problem is velocity function v of t equal to 60 square minus 40 plus 1, s of 1 equal to minus 1. So we have to find s of t, position function, equal to integral v of t dt. So this is equal to integral 60 square minus 40 plus 1 dt, which equals 6 into t cube by 3, that is 2t cube, minus 4 into t square by 2, that is 2t square, plus t, plus the constant of integration c. It is given that s of 1 equal to minus 1. So we have s of 1 equal to here 2 into 1 cube, that is 2 minus 2 plus 1 plus c. Here you substitute t equal to 1 and the answer will be minus 1. 2 minus 2 is 0, 1 plus c equal to minus 1 or c equal to minus 1, that is minus 2. So the corresponding function s of t equal to 2t cube minus 2t square plus t plus c, where c is minus 2. Now let us do problem 55. It is given that acceleration function a of t equal to sin t minus 2 cos t. Two conditions are given here, s of 0 equal to 3 and v of 0 equal to 0. First of all, we have to find v of t. That is integral a of t dt. So this is integral sin t minus 2 cos t dt. Integral of sin t is minus cos t minus 2 into integral cos t is sin t plus the constant of integration c1. So this is the velocity function. It is given that v of 0 equal to 0. So when you put t equal to 0 here, you will get the value v of 0 is 0. So we have v of 0 equal to minus cos 0. Cos 0 is 1. So we have minus 1. Minus 2 sin 0. Sin 0 is 0. Plus c1, which is equal to 0. It is given that v of 0 equal to 0. So we have c1 equal to 1. We can write v of t as minus cos t minus 2 sin t plus 1. Now we have to find s of t. S of t is integral v of t dt. Again you have to integrate the function v of t. So that's equal to integral minus cos t minus 2 sin t plus 1 dt. On integrating, we have cos t has integral sin t. So this here there is a minus sign. So minus sin t minus 2 into integral of sin t is minus cos t. So we have plus cos t here plus integral of 1 is t plus the constant of integration c. Now we have another condition given here, s of 0 equal to 3. So let us write s of 0. S of 0 means in this expression we have to put t equal to 0. Minus sin 0 is 0. Plus 2 cos 0 is plus 2. Plus t equal to 0 here. So plus 0 plus c, that's equal to 3. Or c is equal to 3 minus 2, that is again 1. So what will be the function s of t? S of t equal to s of t is here minus sin t plus 2 cos t plus t plus 1. So this is the corresponding position function. In the similar manner, you have to try the problems 52, 53, 54 and 56.